സന്ദീപ് വാര്യർ വിട്ടിട്ടുണ്ടോ? സന്ദീപ് വാര്യരുടെ തറവാട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മ RSS ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോഴും ആരുടെ നിയന്ത്രണത്തിലാണ്? ഈ കഴിഞ്ഞ നവംബർ 4-ാം തീയതി സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് വഴി ലോകത്തെ അറിയിച്ചത് 2 വർഷം മുമ്പേ എൻ്റെ അമ്മ മരണക്കിടക്കയിൽ കിടന്ന ഘട്ടത്തിൽ, മരണത്തെ മുഖാമുഖം കണ്ട ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് സംഘപരിവാർ പ്രവർത്തനത്തിന് വേണ്ടി, RSS പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ള സ്ഥലം വിട്ടുകൊടുക്കാമെന്നാണ്. അങ്ങനെ ആ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പച്ച കേക്ക് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണ്? 3, കോൺഗ്രസിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ കയ്യും കാലുമാണോ പിടിക്കേണ്ടത്? ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗും വ്യക്തമാക്കണം, കോൺഗ്രസും വ്യക്തമാക്കണം, സന്ദീപ് വാര്യരും വ്യക്തമാക്കണം. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ്. RSSൽ നിന്നുകൊണ്ട് UDFന് വേണ്ടി പ്രവർത്തിക്കുക, RSSൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കാണുക. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോൾ മോചിതനാണ്, ഇനി അത് ആവർത്തിക്കില്ല എന്നൊരക്ഷരം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിയുടെ പ്രസക്തിയെ ഞാൻ ായിരുന്നില്ല. ഇത് കടുത്ത വഞ്ചനയാണ്. SDPI, RSS, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നാറിയ രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.